ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീഫ് മന്തി വെച്ചാലോ? നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ്, വെക്കാനും വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയൊരു ബീഫ് ബിരിയാണി ആയിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ബീഫ് ആയതുകൊണ്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിലടിച്ചാൽ അതിന് ശേഷം നമുക്ക് ഓഫാക്കി വെക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കാം. അത് വേകുമ്പോഴത്തേന് നമുക്ക് എന്താക്കാം, ആവശ്യത്തിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടി ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചൂടായ ഓയിലേക്ക് നമ്മൾ എണ്ണ വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഹൈദരാബാദി ബിരിയാണി ആ സ്റ്റൈലിലാട്ടോ വെക്കുന്നത്. അപ്പം ആ സ്റ്റൈലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റി പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ അത് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മുരിച്ചെടുത്തിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ വീണ്ടും ഇടാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. പിന്നെ പുറത്ത് നല്ല മഴ ആയതിന് നല്ല ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണയിൽ നിന്ന് കോരി വെക്കാം. പിന്നെ ഈ എണ്ണയിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടി എണ്ണ നന്നായിട്ട് മുരിഞ്ഞ ഉള്ളി നന്നായിട്ട് വേഗം കോരി വെക്കണം, അല്ല ഞാൻ കരിഞ്ഞു പോകും. കരിഞ്ഞാൽ ടേസ്റ്റ് മാറും കേട്ടോ, കരിയാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും പച്ചമുളകും പേസ്റ്റ് നന്നായിട്ടിട്ട് വഴറ്റുക. അതിന് ശേഷം ചെറുതായിട്ട് കുനുകുനു നെരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് വഴറ്റുക. തക്കാളി നന്നായിട്ടായതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മൾ ഈ മസാലപ്പൊടികളും പിന്നെ ഇലകളും ഇടുക. ചപ്പ്, പുതിന, കരിവേപ്പ് ഇതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രശ്നം ഉണ്ടായി ഗൈസ്, ഇവിടെ കറണ്ട് പോയിട്ടോ. കറണ്ട് പോയാൽ പിന്നെ ഒന്നും കാണൂലല്ലോ, മൊത്തം ഇരുടാണ്. അപ്പോൾ തന്നെ നമ്മൾ അതൊക്കെ ബാക്കിയുള്ള മസാലകളും പൊടികളൊക്കെ ഞങ്ങൾ ചേർത്തിട്ടോ. കറണ്ട് പോയതുകൊണ്ട് അതൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ബാക്കി അപ്പോൾ ഉള്ളി നന്നായിട്ട് കൈകൊണ്ട് ഞൗണ്ടിയിട്ട് നമ്മൾ ഉള്ളി ഇതിൽക്കിട്ട് ബീഫും ഇതിൽക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മസാല എല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ചോറിട്ടാം കേട്ടോ. ചോറിട്ട് ദമ്മിട്ട് വെക്കുക, അത്രയേ ഉള്ളൂ നമ്മളുടെ പണി. അത്ര ആയപ്പോഴത്തേക്കും ബിരിയാണി സെറ്റായിട്ടുണ്ട്. പിന്നെ മേലെ കുറച്ച് ഉള്ളി മുരിച്ചതും പിന്നെ ഇലകളൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്, വെറുതെ ടേസ്റ്റിന്. ഇനി ടൈമായി നമുക്കെടുത്ത് കഴിക്കാം. ചൂടോടെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റ് കേട്ടോ. ചോറൊക്കെ വെന്തതിനെ കുറേ ദമ്മിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ബീഫ് ചില്ലി ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ റെസിപ്പി ആവശ്യമുള്ളവരൊക്കെ പറയണേ, കാരണം കറണ്ട് പോയതുകൊണ്ട് ഫുൾ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, മറക്കരുതേ.